ഇത് കണ്ട അമാര് ചൂണ്ടയിട്ട് പിടിച്ച മീൻ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ദിനു. അപ്പോൾ ഇന്ന് നമ്മൾ ഒത്തിരി നേരമൊന്നുമില്ല, അല്പം നേരത്തെ ചെറിയൊരു മീൻപിടുത്തത്തിന് വേണ്ടി പോവുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനാണ്. വലിയ മീനിനെ ട്രൈ ചെയ്യാനായിട്ട് പോകുകയാണ്. നമുക്ക് നോക്കാം കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. നമ്മളിന്ന് ഈ വഴി കൂടെയാണ് നമ്മൾ പോകുന്നത്. വിപിൻ സാർ കട്ടയ്ക്ക് മസിലൊക്കെ പെരുപ്പിച്ച് വെച്ച് വലിയ കൊമ്പനെ പിടിക്കാനാണ് പോണത്. കിട്ടുമെന്ന് അറിയാമല്ലേ ഇന്ന്. അപ്പോൾ നമ്മൾ ഈ പോകുന്ന ഈ സ്ഥലത്തിൻ്റെ പേര് റീത്തി ബീച്ച് എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. റീത്തി എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയായ നല്ല സുന്ദരമായ ബീച്ച്. നിങ്ങൾ കാണുമ്പം വലിയ സൗന്ദര്യം തോന്നിയില്ലെങ്കിലൊന്നും വിചാരിക്കല്ലേ, ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെ. പക്ഷേ നൈസാട്ടോ, നമുക്ക് വൈകുന്നേരമൊക്കെ വന്നിരിക്കാനും കാറ്റൊക്കെ കൊണ്ടിരിക്കാനും എല്ലാം പറ്റിയ നല്ല സൂപ്പർ സ്ഥലമാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ ഒത്തിരി ആൾക്കാർ വന്ന് ഇരിക്കുന്നില്ല. ഈ മരക്കുറ്റിയൊക്കെ ആൾക്കാരിങ്ങനെ കൊണ്ട് ഇവിടെ ഒരു നൈസ് സ്ഥലമാക്കി റീത്തിയാക്കി ഇട്ടേക്കുന്നതാണ്. പക്ഷെ നല്ല മരങ്ങളൊക്കെ ഉള്ള നൈസ് സ്ഥലമാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതാണ് അവിടുത്തെ മെയിൻ എൻട്രി. ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ കാറ്റും കൊണ്ടിരിക്കാൻ നല്ല രസമാണ്. നമ്മളിന്ന് ഇവിടെയാണ് വലിയ മീനിനെ ട്രൈ ചെയ്യാൻ പോണേ. അതിനു മുമ്പ് ആദ്യം ചെറിയ മീനിനെ ട്രൈ ചെയ്യും. ചെറിയ മീൻ കിട്ടിയാൽ അത് വെച്ച് വലിയ മീനിനെ പിടിക്കും. അപ്പോൾ നമ്മളിവിടുന്ന് സ്ഥിരം മീൻ പിടിക്കുന്ന ഒരു ഏരിയ ആണ്. സാധാരണ ഇവിടെ നിന്ന് നമുക്ക് കൊറക്കലി, പിന്നെ വേറെ ഏതായിരുന്നു, ഹന്തി, കാരമീൻ. അപ്പോൾ ആദ്യം നമ്മൾ ചെറിയ മീനിനെ പിടിക്കാനായിട്ട് ഉള്ള ട്രൈ ആണ് കേട്ടോ. നമ്മൾ റീലിൽ മീൻ സെറ്റ് ചെയ്തിട്ട് എറിഞ്ഞു നോക്കാം. ഒരെണ്ണേ കിട്ടിയുള്ളൂ. ഇനി അടുത്ത മീന് നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട് പോവുകയാണ്. ഇത് കണ്ടോ, ഇതിനകത്ത് കിടക്കുകയാണ് നമ്മുടെ മീന്. ഞാൻ എറിഞ്ഞ അവിടെ, അതിനെ എറിഞ്ഞു അവിടെ ഒന്ന് ഇതാക്കിയിട്ട് ഇനി അടുത്ത ഒരു സ്പോട്ടിൽ ചെന്നിട്ട് അവിടെ നിന്ന് നമ്മൾ അടുത്ത മീനിനുള്ള ട്രൈ. അറിഞ്ഞൂടാ. ഈ ഒരു സ്പോട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്പോട്ടാണ് കേട്ടോ. മീനിവിടെ അപ്പോൾ നമ്മളിനി അടുത്ത സ്പോട്ട്, മൂന്നാമത്തെ സ്പോട്ടിലേക്ക് പോവാണ്. ഇതിനകത്ത് ഇതിനെ എറിയണല്ലേ എറിയണമെങ്കിൽ മുടങ്ങ കണ്ടാ അറിയാം. നമ്മൾ ആ ബോട്ടിലുള്ള വെള്ളമെല്ലാം കളഞ്ഞ് മീനിനെ എടുക്കുകയാണ്. നല്ല സൈസ് ഉണ്ടല്ലേ അത്, കാർപ്പ് പോലെ ഇരിക്കണം അല്ലേ സാറേ? കാർപ്പ് മീൻ പോലെ ഇരിക്കണം. ഇവിടെ ഇതിനെ ഗോട്ട് ഫിഷ് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ഗോട്ട് ഫിഷ് കാരണം അതിൻ്റെ രണ്ട് താടയുണ്ട്, ഇങ്ങനെ താടിയിൽ ഇങ്ങനെ രണ്ട് സംഭവമുണ്ട്. അതുകൊണ്ടാണ് അതിനെ ഗോട്ട് ഫിഷ് എന്ന് പറയുന്നത്. പോവാം. ഇനി നമ്മളിനി അടുത്ത സ്പോട്ടിലേക്ക് പോകുകയാണ്. ഇവിടത്തെ ഇതുണ്ടോ, ഭിത്തി പോലെ ഫുള്ള് കാട് പിടിച്ച് കിടക്കണം.
സാധാരണ നമ്മളിവിടെ വരുമ്പം കൊറക്കലി എന്ന് പറഞ്ഞിട്ട് വറ്റയെന്ന് പറയുന്ന മീൻ കിട്ടാറുള്ളതാണ്. പക്ഷേ ഇപ്രാവശ്യം ഒന്നും കിട്ടിയില്ല. എന്തുകൊണ്ടാണെന്നൊരു പിടുത്തമില്ല. സാറേ ഇതിൽ ചിലപ്പോൾ ഇവിടെ വലിയ മീനൊക്കെ ഇങ്ങനെ ഇതിൻ്റെ അകത്തൂടെ വരുമ്പോഴത്തേക്കും ചെറിയ മീനൊക്കെ സ്ഥലം വിടും. അതും ഒരു സാധ്യതയാണ്. പിന്നെ നമ്മളിങ്ങനെ ഈ ബീച്ചിൻ്റെ സൈഡിൽ കൂടെ നടന്ന് വേറെ അപ്പുറത്തൊരു സൈഡുണ്ട്. അവിടെ അത്യാവശ്യം മീനൊക്കെ ഉള്ള ഏരിയ ആണെന്നാണ് തോന്നണത്. സാധാരണ നമ്മൾ അങ്ങോട്ട് പോകാറില്ല. ഈ ഒരു ഏരിയ മാത്രമേ നമ്മൾ മീൻ പിടിക്കാറുള്ളൂ. പിന്നെ ഈ നെത്തോലി മീൻ അതൊക്കെ ഈ ഒരു സൈഡിലാണ് സാധാരണ. പകൽ സമയം ഇവിടെ ഫുള്ള് കൂടും. രാത്രിയാകുമ്പോൾ തിരിച്ച് നേരെ കടലിലേക്ക് ഇറങ്ങും കേട്ടോ. വിപിൻ സാറ് നോക്കുകയാണ് മീൻ ഏതേലും. നമ്മളീ കടലിലെ വെള്ളത്തിലൂടെ ഇങ്ങനെ നടന്ന് പോകണം. ഞാനും സമയം നല്ല ബെസ്റ്റ് ടൈമാണെങ്കിൽ ഫോണ് ഇതുണ്ടോ വിപിൻ സാറ് പോകണമല്ലോ. ഇപ്പം വിപിൻ സാറ് തേങ്ങ അടിക്കുമായിരുന്നു. എന്തോ ഭാഗ്യത്തിന് വീണില്ല. സിമൻ്റ് അവിടെ കൊണ്ടിട്ടേക്കും അല്ലേ, കട്ട പിടിച്ചിട്ട്. ഇതൊരു ഫിഷിംഗ് പോയിൻ്റാണ്. ഇതൊരു ഹാർബറാണ്. നമുക്ക് നേരെ കടലിലേക്ക് ഇറങ്ങാനും എല്ലാത്തിനുള്ളൊരു വഴിയാണിത്. അയ്യോ, ഞാൻ ഇതിലൊരു ദിവസം പോയി സാറേ മീൻ പിടിക്കാൻ, ജീവനും പണയം വെച്ച്. ഇവിടെ കൊറക്കലിയാണോ? ഒന്നെറിഞ്ഞ് ചുറ്റി നോക്കിയാലോ? ഇല്ല. ഇതേ കാണുന്നത് ഇവിടെ നിന്ന് തൊട്ടടുത്തുള്ള വേറൊരു ദ്വീപാണ് കേട്ടോ. ഇപ്പോൾ ഇങ്ങെത്തിയതേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത ആ ദ്വീപാണ്. ഇവിടെ നമ്മുടെ ദ്വീപിനടുത്തുള്ള ഒരു ദ്വീപാണ്. ദ്വീപിൻ്റെ പേര് റസ്കദ്വീപ് എന്നാണ്. പണ്ട് രാജാക്കന്മാർ താമസിച്ചിരുന്ന ദ്വീപെന്നറിയപ്പെടുന്ന ഒരു ദ്വീപാണത്. ഉള്ള കോറലിൻ്റെ ഇടയിൽ കൂടെ കഷ്ടപ്പെട്ട് പോകണം ഇങ്ങനെ. നമ്മളിനി ഇവിടെയാണ് നമ്മളിനി ട്രൈ ചെയ്ത് നോക്കാൻ പോകണം കേട്ടോ. അടുത്ത ഫിഷിങ്ങിൻ്റെ നമ്മളിവിടെ അങ്ങനെ വന്നിട്ടില്ല ഫിഷിങ്ങിനായിട്ട് ഈ ഒരു ഏരിയയിൽ. പിന്നെ വെറുതെ ഒരു ട്രൈ ഒന്ന് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇനി എന്തായാലും നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, എന്തായാലും കിട്ടുമെന്ന്. ഇവിടെ ഒന്നും കിട്ടിയില്ല. ഇനി അടുത്ത സൈഡിലേക്ക്. ആമാര് ചൂണ്ടയൊക്കെ ആയിട്ട് എങ്ങോട്ട് പോണേ? ഇവിടുത്തെ മെയിൻ ഫിഷർമാനാണ് കേട്ടോ, ഫിർഷാൻ. Where are you going for fishing? Where? Did you got anything? No, we will go after prayer. After prayer, okay. Coracle is there? Yeah. What about this area? ഈ ഒരു കോർണറിൽ ഒന്നെറിഞ്ഞ് നോക്കട്ടെ. ഈ ഒരു ഇതിലൊരു രണ്ടറി എറിഞ്ഞിട്ട് ഇത് ഫോൺ പിടിക്കോ? നിങ്ങൾ പോകണം അതാ. ഓ, നമ്മളിനി ഈ ഒരു പയ്യന്മാർ വേറൊരു ഏരിയയിൽ നിന്ന് മീൻ പിടിക്കാൻ പോയിട്ട് തിരിച്ച് വരണതാണ് കേട്ടോ.
Afnan, come on. Show me that lure. That lure. വേണ്ട ഉമാറിലുള്ള സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സെറ്റ് സാധനമാണ്. ഫിഷിംഗ് റോഡ് വേണ്ട. ഷോ മീ ദ റീൽ മാൻ. ഹീസ് എ വൈറൽ ബോയ്. കേരളിയ തങ്കമണിയന്മാരാണ്, തങ്കമണിയന്മാർ. ഇതാ ഈ കല്ലുകെട്ടിൻ്റെ മുകളിൽ കൂടെ ഇതാ ഈ ഒരു ഏരിയയിൽ ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാനാണ് പോണത് കേട്ടോ. ഈ ഒരു ഏരിയയിൽ അതെന്തത് ഒരു കളർ സാറേ? പാരറ്റ് ഫിഷാണോ? ബ്ലൂ കളർ. ഇല്ല ഇതിനകത്ത് എന്തോ ഉണ്ട്. ഇത് പിടി. അതാ ഇത് മറ്റൊന്നും കിട്ടിയെന്നാണെന്ന്. പയ്യന്മാരപ്പുറത്ത് നിന്ന് നല്ല മീൻ പിടിച്ചതുകൊണ്ടും ഇതുണ്ടോ നമ്മുടെ ഐറ്റം ചേഞ്ച് ചെയ്ത്. ഷോമി വെയിറ്റ്. ഇത് കണ്ടോ ആമാര് ചൂണ്ടയിട്ട് പിടിച്ച മീൻ ഇപ്പം പിടിച്ചുള്ളൂ. സൂപ്പർ മാൻ, സൂപ്പർ. രാത്രിയായി. എല്ലാവരും നല്ല തകർത്ത ട്രൈ ആണ്. യു ആർ നോട്ട് ഗോയിങ് ഫോർ ദ പ്രയർ? നമ്മൾ കുറേ ട്രൈ ചെയ്തിട്ട് നമുക്ക് വേറെ രക്ഷയൊന്നുമില്ല. 1-2 തവണ കൊത്തിയല്ലേ സാറേ? 1-2 തവണ നമുക്ക് കൊത്തി, പക്ഷെ പിന്നീട് വലിയ അനക്കമില്ല. അതുകൊണ്ട് തന്നെ നമ്മളിനി തിരിച്ച് അടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണ്. അടുത്ത സ്പോട്ടെന്ന് പറയുന്നത് നമ്മുടെ ഹാർബറിലാണ് കേട്ടോ. അവിടെ നിന്ന് എന്തായാലും നമുക്ക് എന്തെങ്കിലും കിട്ടാണ്ടിരിക്കില്ല എന്നാണ് പ്രതീക്ഷ. പക്ഷെ പ്രയർ കഴിഞ്ഞിട്ടേ അങ്ങോട്ട് പോകാനാണ് അവന്മാർ പറഞ്ഞത്. കുമ്പളല്ല, താവളം. Hello, tavolo. Vai dia tavolo. Hey, you didn't go to prayer in Cube? No problem. No, yeah, we can go. ഇപ്പം നമ്മൾ നേരെ ഹാർബർ റൂമിൽ ഇവിടെ ഫുള്ള് ബോട്ടും കാര്യങ്ങളൊക്കെ ഇട്ടേക്കുന്നുണ്ടോ. Full bend. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഫിഷിംഗ് അവസാനിച്ച്. അപ്പോൾ അടുത്തൊരു അടിപൊളി ഫിഷിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോഴേക്കും ബൈ. ഒന്നും കിട്ടിയില്ല. ഒന്ന് വേറെ ഒന്നും കിട്ടിയില്ല കേട്ടോ.